ഹലോ നമസ്കാരം. എരിവും പുളി ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരമായപ്പോൾ നല്ല വിശപ്പ് തോന്നി. അപ്പോൾ അത് നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ ഇരിക്കുന്നു. മധുരക്കിഴങ്ങിൻ്റെ കൂടെ ഒരു സവോളയും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പിച്ച് നല്ല വയലറ്റ് എരിവുള്ള മുളകും അതിൻ്റെ കൂടെ 2-3 നല്ല കാന്താരി മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടൊരു ചമ്മന്തിയും കൂടെ അരച്ച് മധുരക്കിഴങ്ങും കൂടെ കഴിക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ എടുത്തു വെച്ച മധുരക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രത്തിലും ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. ഇനി നമുക്ക് സവാളയും മുളകും പിന്നെ ഇതിൽ ആവശ്യത്തിന് എണ്ണയും എടുത്ത് ആവശ്യത്തിന് ഉപ്പും എടുത്ത് പിന്നെ അതുപോലെ ആവശ്യത്തിന് നമുക്ക് പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഒറ്റ തിളപ്പിൽ തന്നെ പകുതിയോളം വേവുന്ന ഒരു കിഴങ്ങാണല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിത് ഒരുപാട് വേവാനായിട്ട് താമസമില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇതിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റും കൂടെ കിടക്കണമെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ചമ്മന്തി മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. അപ്പം അതിലൊരു കളർ വരാൻ വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇലക്കകത്ത് ആക്കി ചമ്മന്തിയും അതിൻ്റെ കൂടെയുള്ള ചൂട് കാപ്പിയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ മധുരക്കിഴങ്ങ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട്. മധുരക്കിഴങ്ങ് നമുക്ക് കറികളും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണല്ലോ മധുരക്കിഴങ്ങ്. കാരണം നമുക്ക് സാധാരണ നമ്മൾ മരച്ചിനി കഴിക്കുമ്പോൾ ഒന്നുമല്ല, ഇതാകുമ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരവും പൊടിയും ഉപ്പും എല്ലാം ഉണ്ട്. നല്ല എരിവും ഉണ്ട്. മുളക് നല്ല എരിവാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.